ഫ്രണ്ട്സ്, ഇന്ന് അടയില്ലാത്ത ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇത് പച്ചരി ഇന്നലെ കുതിർത്തിട്ട് കുറച്ച് ചോറ്, ഒരു 2 ടേബിൾ സ്പൂണോളം ചോറും കൂട്ടി അരച്ചിട്ട് ഇപ്പോൾ ദോശ ചുട്ടതിൻ്റെ ബാക്കിയാണ്. ഇത് വെച്ചാണ് ഞാൻ പ്രഥമൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ അരക്കുമ്പോൾ ഉഴുന്ന്, ഉള്ളി, ഉലുവ ഇവയൊന്നും ചേർക്കാൻ പാടുള്ളതല്ല. ഒരു 4 അണി വെള്ളം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ദോശ ചുട്ടെടുത്ത ദോശക്കല്ലാണ്, ഇതിലിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരു 3 കയ്യിൽ ഒന്നിച്ചൊഴിച്ചിട്ടുണ്ട്. ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിനി അടയുടെ വലിപ്പത്തിൽ പ്ലേറ്റിൽ വെച്ചിട്ടോ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടോ മുറിച്ചെടുക്കണം. ഞാനിത് ഫോൺ ഓഫാക്കാണ്ട് മുറിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് മുറിക്കുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സൗകര്യം എന്ന് വെച്ചാൽ അടയുടെ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക. ഈ ഒരു ദോശ മതി 5 ആൾക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള പ്രഥമൻ ഉണ്ടാക്കാൻ. ഞാൻ ഈ ദോശ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. ദോശ ഇതിൻ്റെ 3 കയ്യിലാണ് ചുട്ടത്. നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് 3 കയ്യിൽ തൊട്ടത്. ഓരോ കയ്യിലുകൊണ്ട് ദോശ ചുട്ടാൽ മുറിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ശർക്കര ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ഇതൊന്ന് മാത്രം നോക്കാം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് കുറുക്കിയെടുക്കാം. ഇവിടെ വെള്ളം കുറുകി വന്നിട്ടുണ്ട്. 2ാം പാലിൽ കുതിർത്ത് വെച്ച നമ്മുടെ ദോശയട ചേർത്ത് കൊടുക്കാം. തീ കൂട്ടിക്കൊടുത്തിട്ടാണുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറുകി വരട്ട്. നമ്മുടെ പായസം കുറുകി വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇതിൽ നിന്ന് ഈ ദോശ ചുട്ട മാവിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. 2ാം പാലുണ്ടെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2ാം പാൽ ഇപ്പോൾ ഒഴിക്കുന്നില്ല. 1ാം പാൽ കുറച്ച് കൂടുതലുണ്ട്. നല്ലോണം കൊഴുത്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 2ാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് 2ാം പാൽ ചേർത്തിന്. ഞാനൊരു വലിയ തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 2ാം പാൽ കുറച്ച് കൂടുതലുണ്ട്. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ചുക്ക്, ജീരകം, ഏലക്കാപ്പൊടിയെല്ലാം ചേർക്കേണ്ടത്. ഞാൻ അതൊന്നും പൊടിച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടിച്ച് വെക്കാൻ മറന്നുപോയി. ആദ്യമേ ചേർക്കറ, അതിൻ്റെ മണമെല്ലാം പോയി പോകും. കുറച്ച് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത്. 1ാം പാൽ ചേർത്തു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 4-5 പേർക്ക് നന്നായിട്ട് കുടിക്കേണ്ട പ്രഥമനുണ്ട്.
ഇപ്പം നന്നായി തിള വരുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യാം. തിള വരുന്നുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്തു. ഈ പായസത്തിൽ വറുത്ത് ചേർക്കാം. നെയ്യൊരുക്കുമ്പം തേങ്ങാച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡിൻ്റെയും പിന്നെ സാബുവിന് അരിൻ്റെ ഒന്നും ആവശ്യമില്ല. നെയ്യ് നന്നായിട്ട് ചേർത്താൽ മതി. നെയ്യ് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയുടെ കളറൊന്ന് മാറിയിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ ഇത് വറക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. ഞാൻ ദോശക്ക് ചേർത്ത ഉപ്പുള്ളത് കൊണ്ട് പായസത്തിന് വേറെ ഉപ്പ് ഇട്ടിട്ടില്ല. ദോശ ഇടുമ്പോൾ ഉപ്പ് ചേർക്കല്ലോ, അതുകൊണ്ട് മധുരമെല്ലാം നല്ല കണക്കായിട്ടുണ്ട്. മധുരം കുറവ് തോന്നുന്നവർക്ക് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിട്ടുണ്ട്. കരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പായസത്തിലേക്ക് വറുത്ത് ചേർക്കാം. ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ ദോശേൻ്റെ മാവ് ബാക്കി വന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം.